ഹലോ എവറി വൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞോട്ടെ. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സ്റ്റേറ്റ് സിലബസ് ആണ് കേട്ടോ. അവർക്ക് സെപ്റ്റംബർ 4 പുതിയ ബാച്ച് ട്യൂഷൻ ആരംഭിക്കുകയാണ്. ഓൺലൈനായിട്ടായിരിക്കും ട്യൂഷൻ. അപ്പോൾ എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേ ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും. എല്ലാവർക്കും അനുയോജ്യമായ സമയം, വൈകുന്നേരമായിരിക്കും ലൈവ് സെഷൻ വരിക. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയക്കുന്നതാണ്. അതോടൊപ്പം LKG UKG ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുന്നു. LKG UKG ക്ലാസ്സസിൻ്റെയും പുതിയൊരു ബാച്ച് സെപ്റ്റംബർ 4 സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ എടുക്കുവാൻ താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ അഡ്മിഷൻ എടുത്തോളൂ. അതിനുശേഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ അപ്പോൾ അഡ്മിഷൻ എടുക്കുവാൻ താല്പര്യമുണ്ട് എങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ കിഡ്സ് ഏരിയ ഓൺലൈൻ ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. lidiasonlinestore.com എന്നാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വെബ്സൈറ്റിൻ്റെ പേര്. www.lidiasonlinestore.com. ഫസ്റ്റ് www ഉണ്ട് കേട്ടോ. www.lidiasonlinestore.com. ഈ വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കുക. അതിൽ ഒത്തിരി വർക്ക്ഷീറ്റ്സ് ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് അതിനുള്ളൊരു വർക്ക്ഷീറ്റാണ്. മലയാളം വർക്ക്ഷീറ്റാണ്. മലയാളം വായിക്കുവാനുള്ള വർക്ക്ഷീറ്റാണ്. മലയാളം വായിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ മലയാളം വായിക്കുമ്പോൾ തെറ്റിപ്പോകുന്ന കുട്ടികളുണ്ടല്ലോ, കറക്റ്റായിട്ട് വായിക്കുവാൻ അറിയാത്ത കുട്ടികളുണ്ടല്ലോ, അവർക്ക് നിങ്ങൾ ഈ വർക്ക്ഷീറ്റ്സ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ മതി. അവർ ചിഹ്നങ്ങൾ മനസ്സിലാക്കി വായിച്ച് പെട്ടെന്ന് തന്നെ ടെക്സ്റ്റ് ബുക്ക് തെറ്റൊന്നും കൂടാതെ വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇന്ന് ഡേ 4 ആണ്. മലയാളത്തിലെ ചിഹ്നങ്ങൾ ചേർത്ത് വായിക്കുവാനുള്ള 4ാമത്തെ ദിവസത്തെ വർക്ക്ഷീറ്റാണ്. 1ാമത്തെ ദിവസം ചിഹ്നങ്ങളൊന്നുമില്ലാത്ത വാക്കുകളും സെൻറ്റൻസുകളും ബേസിക് മുതലേ ഉണ്ട് കേട്ടോ. എങ്ങനെയാണ് വായിക്കേണ്ടത് തുടക്കം മുതലേ ഉണ്ട്. 2ാമത്തെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് ചന്ദ്രക്കല ചേർത്തിട്ടാണ് എങ്ങനെയാണ് വാക്കുകളും സെൻറ്റൻസും വായിക്കാനുള്ളത്. അതുപോലെ അടുത്ത് വരുന്ന അം ചിഹ്നം ചേർത്തിട്ട് എങ്ങനെ വാക്കുകൾ വായിക്കാം, സെൻറ്റൻസ് വായിക്കാം, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ള വർക്ക്ഷീറ്റാണ്. ഇന്നത്തെ 4ാമത്തെ ദിവസത്തെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്ന ആ ചിഹ്നം വരുന്ന വാക്കുകൾ, അല്ലെങ്കിൽ ഇതിന് മുമ്പ് വരെ പഠിച്ചിട്ടുള്ള ചിഹ്നങ്ങളെല്ലാം ചേർത്തിട്ട് എങ്ങനെ വാക്കുകൾ വായിക്കാം എന്നുള്ള വർക്ക്ഷീറ്റാണ്. വർക്ക്ഷീറ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനായി www.lidiasonlinestore.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വർക്ക്ഷീറ്റിലുള്ള 2 പേജ് ടീച്ചർ പരിചയപ്പെടുത്താം. ആദ്യം ഇവിടെ നോക്കിയേ, ആ ചിഹ്നം വരുന്ന രണ്ടക്ഷര വാക്കുകളും 3 അക്ഷര വാക്കുകളുമാണ്. ഇതുപോലെ ആ ചിഹ്നവും ചന്ദ്രക്കല നമ്മൾ 2ാമത്തെ ദിവസം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ചന്ദ്രക്കലയും ആ ചിഹ്നവും വെച്ചിട്ടുള്ള വാക്കുകൾ വരുന്നുണ്ട്. ചന്ദ്രക്കലയും ആ ചിഹ്നവും ചിഹ്നവുമുള്ള വാക്കുകൾ വരുന്നുണ്ട്. എല്ലാം കറക്റ്റ് ഓർഡറിലാണ് പോയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നോക്കിയേ, എങ്ങനെ നമുക്ക് വായിക്കാൻ പറഞ്ഞു കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോട്ട് നൽകിയിട്ടുണ്ട്. ഈ ഡോട്ടിൽ കൈവച്ച ശേഷം ആ അക്ഷരം ചിഹ്നം ചേർത്ത് വായിക്കാനായിട്ട് നമ്മൾ ആദ്യം ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അക്ഷരങ്ങളൊക്കെ ഏകദേശം അറിയാമെങ്കിൽ എന്താണെന്ന് വായിക്കാം. പാ, ഇതേതക്ഷരമാണ്? ത. പാ ത, പാത, പാത. ഇത് നമ്മൾ ഒരിക്കൽ വായിച്ചതുകൊണ്ട് ഓർമ്മയുണ്ട്. പാ റ, പാറ. അപ്പോൾ പാ എന്ന അക്ഷരം, പായ്ക്ക് ആ ചിഹ്നം വരുമ്പോൾ ആ എന്ന് വായിക്കണമെന്ന് കുട്ടി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് കുട്ടിയുടെ മനസ്സിലുണ്ട്. പാവ, പാവ. പാല, പാല. പാട, പാട. അപ്പോൾ കാ വന്നു. പാ എന്ന് പറയുന്ന പോലെ കായ്ക്ക് ആ ചിഹ്നം വരുമ്പോൾ എങ്ങനെയാണ് വരിക? കാ. അപ്പോൾ മനസ്സിലായി, ആ ചിഹ്നം വന്നു കഴിഞ്ഞാൽ അക്ഷരത്തിനോടൊപ്പം നമ്മൾ ആ എന്ന് ശബ്ദം നൽകിയാൽ മതി. കാ ഡ, കാട. കാ ക, കാക്ക. കാള, കാള. ഇവിടെ ഏതക്ഷരമാണ്? വാ. വാക്ക് ആ ചിഹ്നം വന്നാൽ എന്ത് ചെയ്യണം? വാ. യെസ്, വെരി ഗുഡ്. വാള, വാള. ച, ചാള, ചാള. ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ വായിക്കുവാനായിട്ട് പഠിക്കുന്നത്. അങ്ങനെ ആ ഒരു രീതിയിൽ ഏത് കുട്ടികൾക്കും വായിക്കാൻ ഈസി ആയിട്ടുള്ള രീതിയിലാണ് വർക്ക്ഷീറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള www.lidiasonlinestore.com
എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിൽ ഇതിന് പുറമെയുള്ള വേറെയും വർക്ക്ഷീറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള വർക്ക്ഷീറ്റ്സ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. ബാക്കി നോക്കാം. ചായ ചായ, മാല മാല, മായ മായ, മാങ്ങ മാങ്ങ, വാഴ വാഴ. ഇതിപ്പോൾ 2 അക്ഷര വാക്കുകളായിരുന്നു. അടുത്ത 3 അക്ഷര വാക്കാണ്. ബാലൻ. ഇവിടെ അത് 5ാമത്തെ പേജാണ്. 2ാമത്തെ പേജ് കഴിഞ്ഞിട്ട് ഇത് 5ാമത്തെ പേജാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് കുറച്ച് വർക്ക്ഷീറ്റ്സ് ഉണ്ട്, കുറച്ച് പേജസ് ഉണ്ട്. അതിൽ ഇവിടെ എത്തിച്ചേരാനുള്ള അടുത്ത സ്റ്റെപ്പ് ഇതിൻ്റെ ഇടയ്ക്കുണ്ട് കേട്ടോ. അത് വർക്ക്ഷീറ്റ്സ് നിങ്ങൾക്ക് മേടിക്കുന്നവർക്കത് മനസ്സിലാകും അതെങ്ങനെയാണെന്നുള്ളത്. ബാലൻ, ദാസൻ, മാമൻ, നാഥൻ. ഇവിടെ നോക്കി, ഇതുവരെ വന്നത് ആദ്യം ആച്ചിഹ്നം വരുന്നതായിരുന്നു. ഇനി 2ാമത് ആച്ചിഹ്നം വരികയാണ്. അപ്പോൾ തപാൽ, എന്നാൽ. ഇത് വായിക്കുവാൻ പഠിച്ചാലുള്ള മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷരത്തെറ്റ് കൂടാതെ എഴുതുവാൻ കുട്ടി മനസ്സിലാക്കും. എങ്ങനെയാണ് എഴുതേണ്ടത്, അതിങ്ങനെയാണ് എന്ന് കുട്ടികൾ സ്വന്തമായിട്ട് മനസ്സിലാക്കിയെടുക്കും. വന്നാൽ, കാണാൻ. ഇവിടെ ആദ്യത്തെ അക്ഷരത്തിനും 2ാമത്തെ അക്ഷരത്തിനും ആച്ചിഹ്നമുണ്ട്. കാണാൻ. വരാൻ, ഞാങ്ങണ. ഓക്കെ, ഇതുപോലുള്ള വാക്കുകളാണ്. സെൻറ്റൻസുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം അക്ഷരങ്ങൾക്ക് ചിഹ്നം ചേർത്ത് പഠിപ്പിക്കുന്നു, അതിനുശേഷം വാക്കുകൾക്ക് ചിഹ്നങ്ങൾ ചേർത്ത് പഠിപ്പിക്കുന്നു. അത് 2 അക്ഷര വാക്കുകൾ, 3 അക്ഷര വാക്കുകൾ, 4 അക്ഷര വാക്കുകൾ, 5 അക്ഷര വാക്കുകൾ, സെൻറ്റൻസുകൾ. ഇങ്ങനെയാണ് വർക്ക്ഷീറ്റിലുള്ളത്. ഏതൊരു കുട്ടിക്കും ഈസി ആയിട്ട് വായിച്ചു തുടങ്ങുവാൻ പറ്റുന്ന രീതിയിലുള്ള വർക്ക്ഷീറ്റ്സ് ആണ്. അപ്പോൾ എല്ലാവരും മേടിക്കുക. വർക്ക്ഷീറ്റ്സ് മേടിക്കുവാനായിട്ടുള്ള വെബ്സൈറ്റ് www.lydiasonlinestore lydiasonlinestore lydiasonlinestore.com. Okay? Okay, bye-bye. Thank you. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സ്റ്റേറ്റ് സിലബസ് ആണ് കേട്ടോ. അവർക്ക് സെപ്റ്റംബർ 4 പുതിയ ബാച്ച് ട്യൂഷൻ ആരംഭിക്കുകയാണ്. ഓൺലൈനായിട്ടായിരിക്കും ട്യൂഷൻ. അപ്പോൾ എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേ ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും. എല്ലാവർക്കും അനുയോജ്യമായ സമയം, വൈകുന്നേരമായിരിക്കും ലൈവ് സെഷൻ വരിക. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയക്കുന്നതാണ്. അതോടൊപ്പം LKG UKG ക്ലാസ്സസ് നടന്നുകൊണ്ടിരിക്കുന്നു. LKG UKG ക്ലാസ്സസിൻ്റെയും പുതിയൊരു ബാച്ച് സെപ്റ്റംബർ 4 സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ എടുക്കുവാൻ താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ അഡ്മിഷൻ എടുത്തോളൂ. അതിനുശേഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ അപ്പോൾ അഡ്മിഷൻ എടുക്കുവാൻ താല്പര്യമുണ്ട് എങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും.